ഹലോ എവരിവൺ, ഐ എം വിന്ധ്യ ഫ്രം എബിക് ലേണിംഗ്. കേട്ടറ്റിന്റെ റിസൾട്ട് വന്നിരിക്കുന്ന സമയമാണിത്. കേട്ടറ്റ് ക്വാളിഫൈ ആയവർക്ക് കൺഗ്രാറ്റുലേഷൻസ്. ഇനി കേട്ടറ്റ് ഈ തവണ ക്വാളിഫൈ ആവാത്തവര് ഒട്ടും തന്നെ വിഷമിക്കേണ്ടതില്ല. അടുത്ത കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. നമ്മളിവിടെ ഇന്ന് ചെയ്യുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിന്റെ സിലബസ് അനാലിസിസ് ആണ്. നമ്മൾ ഏതൊരു ക്വാളിഫയിങ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ആദ്യം ചെയ്യേണ്ടത് അതിന്റെ സിലബസ് വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. സിലബസ് മനസ്സിലാക്കി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ നമുക്ക് ഏതൊരു എക്സാമും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഫിസിക്കൽ സയൻസിൽ നിങ്ങൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയായിരിക്കും. 150 മാർക്കിന് 150 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൽ ഉള്ളത്. അതിൽ ഫസ്റ്റ് 40 മാർക്സ് സൈക്കോളജി ആണ്. 30 മാർക്സ് നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ, ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ബാക്കി 80 മാർക്കിനാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് ക്വസ്റ്റ്യൻ വരാറ്. ആ 80 മാർക്ക് തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യാണ്. അതിൽ 25 മാർക്സ് ഫിസിക്സ്, 25 മാർക്സ് കെമിസ്ട്രി, 30 മാർക്ക് നമ്മുടെ പെഡഗോജി ആണ്. ഇനി ഇതിൽ ഈ 25 മാർക്സ് ഫിസിക്സ്, 25 മാർക്സ് കെമിസ്ട്രി ആണ് എന്ന് പറഞ്ഞു. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഫിസിക്കൽ സയൻസിന്റെ ഒരു പ്രശ്നമായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ചില കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഫിസിക്സ് ആണ് മെയിൻ എടുത്ത് പഠിച്ചത് എങ്കിൽ കെമിസ്ട്രി കുറച്ച് വീക്കായിരിക്കും. ഇനി കെമിസ്ട്രി ആണ് മെയിൻ എടുത്ത് പഠിച്ചതെങ്കിൽ ഫിസിക്സ് കുറച്ച് ടഫായിട്ട് വരാറുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ഫിസിക്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി മെയിൻ എടുത്ത് പഠിച്ചവർക്കും ഫിസിക്സ് മെയിൻ എടുത്ത് പഠിച്ചവർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് ഈ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് കെമിസ്ട്രി മെയിൻ എടുത്ത് പഠിച്ചവർക്കും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് തന്നെയാണ് ഉള്ളത്. നിങ്ങൾ സിലബസ് കണ്ടിട്ടുണ്ടാവും. 10 യൂണിറ്റ്സ് ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 10 സിമ്പിൾ യൂണിറ്റ്സ് ആണ്. കെമിസ്ട്രി പഠിച്ചവർക്കും സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാണ്. നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് വേവ് മോഷൻ ആണ്. വേവ് മോഷനിലെ സബ് ടോപ്പിക്സ് ഒന്ന് പറയാം. ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, പ്രൊപ്പഗേഷൻ ഓഫ് വേവ്, മീഡിയം ഡിപ്പെൻഡൻസ്, സൗണ്ട്, ലൗഡ്നസ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, പിച്ച്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് സൗണ്ട് വേവ്, echo, beats, Doppler effect, reverberation, sonar, sound pollution, resonance and musical instruments. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ള ക്വസ്റ്റ്യൻസ് ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിലെ സിറ്റുവേഷൻസ് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഏതെങ്കിലും ഒരു കേസ് തരും, അത് ട്രാൻസ്വേഴ്സ് ആണോ ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ ചോദിക്കാറുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറ് റിവേർബറേഷൻ ആണ്. റിവേർബറേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണ്. എക്കോയും റിവേർബറേഷനും മാറിപ്പോവരുത്. അതില് എക്കോ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർഫസിലും എക്കോ പ്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ റിവേർബറേഷൻ ഒരു ക്ലോസ്ഡ് ഏരിയയിലാണ് റിവേർബറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. അത് മാറിപ്പോവാതെ നോക്കിയാൽ മതി. പിന്നെ ചോദിക്കാറുള്ളത് സൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ഇവിടെ ലൗഡ്നസ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, പിച്ച്. ഇത് സൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ദെൻ മീഡിയം ഡിപ്പെൻഡൻസ്, ഇതിൽ ട്രാൻസ്വേഴ്സ് ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ ഏതിനാണ് മീഡിയം ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റെസൊണൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റെസൊണൻസ്. അപ്പൊ ഇതൊരു +2 ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ടോപ്പിക് ആണ്. നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ലൈറ്റ് ആണ്. ഒരു ഇൻട്രസ്റ്റിംഗ് യൂണിറ്റ് ആണ് ലൈറ്റ്. കണ്ടാൽ കുറച്ച് വൈഡ് ആയിട്ട് ഒരു ലെങ്തി യൂണിറ്റ് ആയിട്ട് തോന്നും, എന്നാലും അത്ര ടഫ് അല്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചു പോവാവുന്ന ഒരു യൂണിറ്റ് ആണ് ലൈറ്റ്. ഈ ലൈറ്റ് എന്ന യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, സ്കാറ്ററിങ്, അങ്ങനെ ഒപ്റ്റിക്കൽ ഫിനോമിനാസ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സബ് ടോപ്പിക്സ് ഒന്ന് നോക്കാം. റിഫ്ലക്ഷൻ, അതിൽ റിഫ്ലക്ഷനിൽ തന്നെ പ്ലെയിൻ മിറർ, സ്ഫെറിക്കൽ മിറർ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, ഇമേജ് ഫോർമേഷൻ ബൈ സ്ഫെറിക്കൽ മിറേഴ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഇത്രയാണ് നമുക്ക് റിഫ്ലക്ഷനിൽ പഠിക്കാനുള്ളത്. ഇതിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ
സ്ഫെറിക്കൽ മിറേഴ്സിൽ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇമേജ് ഫോർമേഷൻ ആണ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറുള്ളത്. ഒബ്ജക്റ്റിന്റെ പ്ലേസ് മാറുന്നതിനനുസരിച്ച് ഇമേജസ് എവിടെയൊക്കെ ഫോം ചെയ്യുന്നു, അതുപോലെ ആ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, വിർച്വൽ ആണോ റിയൽ ആണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ പാർട്ടിന്ന് ചോദിക്കാറുണ്ട്. സെക്കൻഡ് റിഫ്രാക്ഷൻ ആണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആൻഡ് ആപ്ലിക്കേഷൻ, റേ ഡയഗ്രാം ആൻഡ് ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസ് ഇക്വേഷൻ. ഇതാണ് റിഫ്രാക്ഷനിൽ കാര്യമായിട്ട് ചോദിക്കാറുള്ളത്. ഇതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ലെൻസസ് ആണ്. കോൺകേവ് ആൻഡ് കോൺവെക്സ് ലെൻസിലെ ഇമേജ് ഫോർമേഷൻ, നേരത്തെ പറഞ്ഞതുപോലെ റിഫ്ലക്ഷനിലും റിഫ്രാക്ഷനിലും ഇമേജ് ഫോർമേഷൻ ബൈ മിറേഴ്സ് ഓർ ലെൻസസ് ചോദിക്കാറുണ്ട്. ഡിഫറെന്റ് പ്ലേസസിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നു, അതിനനുസരിച്ച് ഇമേജസ് എവിടെയെല്ലാം ഫോം ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ചോദിക്കാറുണ്ട്. ദെൻ ടെലിസ്കോപ്പ്, ക്യാമറ, ഹ്യൂമൻ ഐ ആൻഡ് കോമൺ ഡിഫക്ട്സ് ഓഫ് ഐ ആൻഡ് ഇറ്റ്സ് റെമഡി. അതില് ഹ്യൂമൻ ഐയിൽ ചോദിക്കാറുള്ളത് ഐയുടെ ഡിഫക്ട്സ് ആണ്. ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, അതിനൊക്കെ ഏത് ലെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അത് ചോദിക്കാറുണ്ട്. ദെൻ ഇതില് മിറർ ഇക്വേഷനും ലെൻസ് ഇക്വേഷനും പഠിച്ചു വെക്കേണ്ടതാണ്. അത് യൂസ് ചെയ്ത് പ്രോബ്ലംസ് വരാറുണ്ട്, മിറർ ഇക്വേഷൻ ആൻഡ് ലെൻസ് ഇക്വേഷൻ. ദെൻ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, ഇതിൽ ആപ്ലിക്കേഷൻ ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരാ, ഡിസ്പേർഷൻ ആൻഡ് സ്കാറ്ററിംഗ്. ദെൻ റെയിൻബോ, ന്യൂട്ടൺസ് ഡിസ്ക്, കളർ ഓഫ് സ്കൈ, ക്ലൗഡ്, സ്നോ, പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ് ആൻഡ് കോംപ്ലിമെന്ററി കളേഴ്സ്. അതിൽ പ്രൈമറി ഏതാണ്, സെക്കൻഡറി ഏതാണ്, കോംപ്ലിമെന്ററി രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പം ഏതൊക്കെ കളർ കിട്ടുന്നതുള്ളതൊന്ന് നോക്കി വെക്കണം. അപ്പൊ ഈ സെക്കൻഡ് യൂണിറ്റ് ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണ്. ഒരു 4 ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കണം. ഫസ്റ്റ് യൂണിറ്റിന്റെ കേസിലാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനെ ആ ചാപ്റ്ററിന് ചോദിക്കാറുള്ളൂ. എന്നാൽ സെക്കൻഡ് യൂണിറ്റ് വെരി ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണ്. 4 ക്വസ്റ്റ്യൻ വരെ നമ്മളത് പ്രതീക്ഷിക്കണം. അതിൽ തന്നെ ഒന്ന് എന്തായാലും മിറർന്ന് വരാറുണ്ട്. മിററില് ഇമേജ് ഫോർമേഷൻ അല്ലെങ്കിൽ മിറർ ഇക്വേഷൻ വെച്ചിട്ട് ദെൻ റിഫ്രാക്ഷൻ ചോദിക്കാം. റിഫ്രാക്ഷനിൽ കോൺകേവ് ഓർ കോൺവെക്സ് ലെൻസിൽ ഇമേജ് ഫോർമേഷൻ അല്ലെങ്കിൽ ലെൻസ് ഇക്വേഷൻ വെച്ച് ഒരു ചെറിയ പ്രോബ്ലം ചോദിക്കാം. ദെൻ സ്കാറ്ററിംഗ്, ഡിസ്പേർഷൻ, ഇതിലൊക്കെ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. നമ്മുടെ തേർഡ് യൂണിറ്റ് ഫോഴ്സ് ആൻഡ് പ്രഷർ ആണ്. ഒരു സിമ്പിൾ യൂണിറ്റ് ആണ്, ചെറിയ യൂണിറ്റ് ആണ് ഫോഴ്സ് ആൻഡ് പ്രഷർ. ത്രസ്റ്റ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, പാസ്കൽസ് ലോ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, സർഫേസ് ടെൻഷൻ ആൻഡ് കാപ്പിലാരിറ്റി. ഇത്രയാണ് ഇതിലെ സബ് ടോപ്പിക്സ്. ഇതിൽ കാര്യമായിട്ട് ചോദിക്കുക പാസ്കൽസ് ലോയുടെ അപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ ലെവലിൽ പാസ്കൽസ് ലോ ആണ് ഇതിൽ സ്ഥിരം ചോദിക്കാറ്. ദെൻ സർഫേസ് ടെൻഷൻ ആൻഡ് കാപ്പിലാരിറ്റി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ സ്ഥിരം കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ് സർഫേസ് ടെൻഷൻ അല്ലെങ്കിൽ കാപ്പിലാരിറ്റി. ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പാസ്കൽസ് ലോ, സർഫേസ് ടെൻഷൻ ആൻഡ് കാപ്പിലാരിറ്റി. ഇതിൽ നിന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായും പ്രതീക്ഷിക്കണം. നമ്മുടെ ഫോർത്ത് യൂണിറ്റ് ഹീറ്റ് ആണ്. ഹീറ്റിലെ സബ് ടോപ്പിക്സ് ടെമ്പറേച്ചർ ആൻഡ് ടെമ്പറേച്ചർ സ്കെയിൽസ്, മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ, ബോയിലിംഗ്, മെൽറ്റിംഗ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ലേറ്റന്റ് ഹീറ്റ് ആൻഡ് റെഗുലേഷൻ. ഇതിൽ സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ടെമ്പറേച്ചർ സ്കെയിൽസ് ആണ്. ടെമ്പറേച്ചർ സ്കെയിൽസ് പറയുമ്പോൾ ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റിലേക്ക് അല്ലെങ്കിൽ കെൽവിനിലേക്കുള്ള കൺവേർഷൻ ചോദിക്കാറുണ്ട്. ദെൻ ഇമ്പോർട്ടന്റ് ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഒരു പ്രാവശ്യം ഇത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിന്റെ ഡെഫിനിഷൻ തന്നെ അതുപോലെ ചോദിച്ചിട്ടുണ്ട്. ഡെഫിനിഷൻ തന്നിട്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. നമ്മുടെ ഫിഫ്ത്ത് യൂണിറ്റ് മോഷൻ ആണ്, മെക്കാനിക്സ്. അത് സിമ്പിൾ യൂണിറ്റ് ആണ്. സബ് ടോപ്പിക്സ് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇതിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. ദെൻ ഗ്രാഫ്സ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈം, വെലോസിറ്റി ടൈം ആൻഡ് ഇറ്റ്സ് റെലവൻസ്. ചെറിയ ഗ്രാഫ്സ് തന്നിട്ട് അതിന്റെ ആ ഗ്രാഫിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒന്നുകിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം
അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ്, എന്നിട്ട് അതിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ തന്നിട്ട് ആ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് ആണോ, വെലോസിറ്റി ആണോ, അല്ലെങ്കിൽ കർവിന്റെ ബിലോ ഉള്ള ഏരിയ കണ്ടാൽ എന്ത് കിട്ടും? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ സർക്കുലർ മോഷൻ, സെൻട്രിപിറ്റൽ മോഷൻ, ആംഗുലാർ സ്പീഡ്, മൊമെന്റത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ആപ്ലിക്കേഷൻ ലെവലിൽ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അതിൽ തന്നെ റീകോയിൽ ഓഫ് ഗൺ ഒരുപാട് പ്രാവശ്യം ചോദിച്ച ഒരു ഏരിയ ആണ്. റീകോയിൽ ഓഫ് ഗൺ, ആക്ഷൻ റിയാക്ഷൻ പെയേഴ്സ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി, ബാങ്കിങ് ഓഫ് കർവ്. ഇതിൽ നിന്ന് നമ്മൾ ഒരു 3 ക്വസ്റ്റ്യൻസ് വരെ പ്രതീക്ഷിക്കേണ്ടതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് മോഷൻ. നമ്മുടെ 6th യൂണിറ്റ് ആണ് ഗ്രാവിറ്റേഷൻ. സബ് ടോപ്പിക്സ് മാസ് ആൻഡ് വെയിറ്റ്. മാസും വെയിറ്റും തമ്മിലുള്ള റിലേഷൻ ഓർത്ത് വെക്കണം. വെയിറ്റ് W=mg ആണ്. മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും, എന്നാൽ വെയിറ്റ് മാറാം. ഗ്രാവിറ്റേഷൻ G, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂസ് മാറുന്ന കേസസ് ഉണ്ട്. അങ്ങനെ മാറുമ്പോൾ വെയിറ്റ് മാറാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് എർത്തിന്റെ ഇക്വേറ്ററിൽ പോളിലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G, സ്മോൾ ലെറ്റർ ജിയുടെ വാല്യൂ വാരി ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വാരി ചെയ്യുമ്പോൾ ആ പ്ലേസിലുള്ള ഒബ്ജക്റ്റിന്റെ വെയിറ്റും വാരി ചെയ്യും. അപ്പൊ വെയിറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇറ്റ്. ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സ്മോൾ ലെറ്റർ ജി ഞാൻ നേരത്തെ പറഞ്ഞു. ഇക്വേറ്ററിലും പോളിലും ഒക്കെ ജിയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് വെയിറ്റ് ചേഞ്ച് ചെയ്യാം. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ദെൻ സോളാർ സിസ്റ്റം, ഓർബിറ്റ്, പ്ലാനറ്റ്, സാറ്റലൈറ്റ്. അത് ആ ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നമ്മളത് ഒഴിവാക്കി വിടരുത്. ഒരു ഐഡിയ, ഏത് ടോപ്പിക് ആണെങ്കിലും എന്ത് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. ദെൻ എസ്കേപ്പ് വെലോസിറ്റി ഇമ്പോർട്ടന്റ് ആണ്. എർത്തിന്റെയും മൂണിന്റെയും ഒക്കെ എസ്കേപ്പ് വെലോസിറ്റി എത്രയാന്നുള്ളത് പഠിച്ചു വെക്കണം. സ്പേസ് എക്സ്പ്ലോറേഷൻ ആൻഡ് വെയ്റ്റ്ലെസ്നെസ് ഇൻ സ്പേസ്, ഗാലക്സീസ്, സ്റ്റാർസ്, ബിഗ് ബാങ്, ക്ലസ്റ്റേഴ്സ്, നെബ്യൂല, സൂപ്പർനോവ, സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സ്. ഇത്രയാണ് നമ്മളെ ഗ്രാവിറ്റേഷൻ എന്നുള്ള യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഇതില് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, നമ്മുടെ 7th യൂണിറ്റ് ഒരു സിമ്പിൾ യൂണിറ്റ് ആണ്. വർക്ക് ആൻഡ് എനർജി. ഒരു ഹൈസ്കൂൾ ലെവലിൽ പ്രിപ്പയർ ചെയ്താൽ മതിയാവും ഈ യൂണിറ്റ്. വർക്ക് ആൻഡ് എനർജിയിലെ സബ് ടോപ്പിക്സ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. ഇതില് ഈ പാർട്ടിൽ ചോദിക്കാവുന്നത് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ തരും. കൺവെൻഷണൽ ആണോ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി ആണോ എന്നുള്ളത് ഓർത്ത് വെക്കണം. ദെൻ ഫോംസ് ഓഫ് എനർജി, ഹീറ്റ്, ലൈറ്റ്, സൗണ്ട്. ഡിഫറെന്റ് ഫോംസസ് ഓഫ് എനർജീസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. മെക്കാനിക്കൽ, ന്യൂക്ലിയർ എനർജി ആൻഡ് മാസ് എനർജി. ഇതിൽ ന്യൂക്ലിയർ എനർജി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഈ യൂണിറ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കണം. അത് സ്ഥിരം ചോദിക്കാറുള്ളത് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജിയുടെ ഒരു എക്സാമ്പിൾ ആണ്. ദെൻ നമ്മുടെ 8th യൂണിറ്റ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള യൂണിറ്റ് ആണെങ്കിലും പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല. സബ് ടോപ്പിക്സ് നോക്കാം. നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. അതായത് പാരാ, ഡയ, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. അതിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ പഠിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ഓർ ലൈൻസ് ഓഫ് ഫോഴ്സ്, എർത്ത് ആൻഡ് ഇറ്റ്സ് മാഗ്നറ്റിസം, മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പാരാ, ഡയ ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. നേരത്തെ ഞാൻ പറഞ്ഞു പാരാ, ഡയ, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ ഉള്ള ക്ലാസിഫിക്കേഷൻ. ദെൻ സ്റ്റാറ്റിക് ഇലക്ട്രിക് പ്രോപ്പർട്ടീസ്, ഇലക്ട്രോസ്കോപ്പ്, electrostatic induction, methods of charging, lightning and lightning conductors, earthing, current electricity, electric potential, Ohm's law, resistance. ഇത് ഇമ്പോർട്ടന്റ് ആണ്. Ohm's law and resistance, resistivity, conductance, conductivity and factors affecting resistance. Ohm's law പഠിച്ചു വെക്കണം. അതിന്റെ ഇക്വേഷൻസ്.
ദെൻ അതിലെ ആപ്ലിക്കേഷൻ ലെവലില് റെസിസ്റ്റേഴ്സിന്റെ കണക്ഷൻ സീരീസ് പാരലൽ ആകുമ്പം റെസിസ്റ്റേഴ്സിൽ റെസിസ്റ്റൻസ് എങ്ങനെ കാണാം, അതുപോലെ മിസ്സിംഗ് റെസിസ്റ്റൻസ് എങ്ങനെ കാണാം, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. റെസിസ്റ്റൻസ് ഇൻ പാരലൽ ആൻഡ് സീരീസ്. ദെൻ യൂസ് ഓഫ് വോൾട്ട് മീറ്റർ, ഗാൽവനോമീറ്റർ, അമീറ്റർ. അതിൽ കൺവേർഷൻ കൂടി പഠിച്ചു വെക്കേണ്ടതാണ്. ഗാൽവനോമീറ്റർ വോൾട്ട് മീറ്റർ ആയിട്ടുള്ള കൺവേർഷൻ, 2 കൺവേർഷൻ. ദെൻ അമീറ്റർ റിയോസ്റ്റാറ്റ്, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്, H=I²RT എന്നുള്ള ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഇടയ്ക്ക് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ആണ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. ഓക്കെ. 9th യൂണിറ്റ് ഇഫക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത് 10th ഈ ചാപ്റ്റർ ഇതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചാൽ നമുക്ക് ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ഇഫക്ട്സ് ഓഫ് കറണ്ട് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ടോപ്പിക്സ്: ഇലക്ട്രോളിസിസ്, വോൾട്ട് മീറ്റർ, Faraday's laws of electrolysis, chemical cells, solenoids, electromagnets, electromagnetic induction. Electromagnetic induction very important topic ആണ്. Then അതിന്റെ applications: AC and DC generators. AC and DC generatorൽ കൺവേർഷൻ, എനർജി കൺവേർഷൻ ചോദിക്കാം. അതുപോലെ ഡിഫറൻസ്, എസിയും ഡിസിയും തമ്മിലുള്ള ഡിഫറൻസ്, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററും സ്ലിപ്പ് റിംഗ് കമ്മ്യൂട്ടേറ്റേഴ്സ് ഏതിലാണ് യൂസ് ചെയ്യുക അങ്ങനെ ചോദിക്കാം. ദെൻ ഇലക്ട്രിക് മോട്ടോർ, ട്രാൻസ്മിഷൻ ഓഫ് AC, സെൽഫ് ഇൻഡക്ഷൻ ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻസ്: ട്രാൻസ്ഫോമർ, മൂവിംഗ് കോയിൽ, മൈക്രോഫോൺ ആൻഡ് ലൗഡ് സ്പീക്കർ. മൂവിംഗ് കോയിൽ മൈക്രോഫോണിൻ്റെയും ലൗഡ് സ്പീക്കറിൻ്റെയും എനർജി കൺവേർഷൻ ഓർത്തിരിക്കണം. ഇത്രയാണ് 9th യൂണിറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ ട്രാൻസ്ഫോമറിൽ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും നമ്പർ ഓഫ് ടേൺസ്, വോൾട്ടേജ്, അതൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ഇലക്ട്രോണിക്സ് ആണ്. ഇൻട്രസ്റ്റിംഗ് യൂണിറ്റ് ആണ്. ഇതിൽ സബ് ടോപ്പിക്സ്: കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഇതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കണ്ടക്ടേഴ്സ്, ക്ലാസിഫിക്കേഷൻ ആണ് ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്. എനർജി ബാൻഡ് ഡയഗ്രാം ഒക്കെ, ബാൻഡ് ഗ്യാപ്പ് ഡയഗ്രാം ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ചോദിക്കാറുണ്ട്. ദെൻ ഡോപ്പിംഗ്, ടൈപ്സ് ഓഫ് ഡയോഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ദെൻ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഇത്രയാണ് ഇലക്ട്രോണിക്സിലെ സബ് ടോപ്പിക്സ്. ഇതിൽ സെമി കണ്ടക്ടേഴ്സിലെ ഡോപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. N ടൈപ്പ് ആൻഡ് P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്, ഹോൾസ് ആണോ, കാരിയേഴ്സ് ഹോൾസ് ആണോ, ഇലക്ട്രോൺസ് ആണോ എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. ദെൻ ടൈപ്സ് ഓഫ് ഡയോഡ്സിൽ മെയിനായിട്ട് ചോദിക്കാറുള്ളത് സെനർ ഡയോഡാണ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ദെൻ ട്രാൻസിസ്റ്റേഴ്സിൽ കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഇക്വേഷൻസ് ആണ്. IC, IE വെച്ചിട്ടുള്ള ഇക്വേഷൻസ്, IC, IB ഒക്കെ, IE എമിറ്റർ കറണ്ട്, ബേസ് കറണ്ട്, കളക്ടർ കറണ്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഡിഫറെന്റ് ഫോംസിൽ തന്നിട്ട് അത് ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതാണ് ട്രാൻസിസ്റ്ററിൽ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ICs, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. ഇത്രയാണ് നമ്മുടെ 10th യൂണിറ്റ് ഇലക്ട്രോണിക്സിൽ പഠിക്കാനുള്ളത്. ഇത്രയാണ് നമ്മുടെ ഫിസിക്കൽ സയൻസിലെ ഫിസിക്സിന്റെ സിലബസ്. ഞാൻ നേരത്തെ പറഞ്ഞു, കെമിസ്ട്രി മെയിൻ എടുത്ത് പഠിച്ചവർക്കും ടഫ് ആയിട്ടുള്ള സിലബസ് അല്ലാതെ നമ്മളൊരു +2 ലെവൽ വരെ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ +2 വരെ നമ്മൾ ഫിസിക്സ്, ഡിഗ്രിക്ക് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും നമ്മൾ +2 വരെ നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിട്ടുള്ളതാണ് ഫിസിക്സും കെമിസ്ട്രിയും. ആ +2 ലെവൽ വരെയാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സിലബസ് അറിഞ്ഞു പഠിക്കണം. ഏതൊക്കെ ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നറിയണമെങ്കിൽ കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ജസ്റ്റ് കണ്ടന്റ് ഇങ്ങനെ പഠിച്ചു പോയതുകൊണ്ട് കാര്യമില്ല.
ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഓരോ ഏരിയയിൽ നിന്നും ഏതൊക്കെ ലെവലിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഓരോ യൂണിറ്റ് ആയിട്ട് കണ്ടന്റ് പഠിക്കാം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണ് എങ്കിൽ നമുക്ക് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഓരോ യൂണിറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഫിസിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ടോപ്പിക്സ് എന്നല്ല, മിക്കവാറും എല്ലാ ടോപ്പിക്സും നമുക്ക് ഫിസിക്സിലെ മിക്കവാറും ടോപ്പിക്സ് നമ്മളെ ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് വേവ് മോഷൻ ആയിരുന്നു. വേവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മയിൽ വരുന്നത് എന്താ? വാട്ടർ ആണ്. അപ്പോൾ വാട്ടറിൽ വേവ്സ് ഫോം ചെയ്യുന്നു. എങ്ങനെയാണ് വേവ്സ് ഫോം ചെയ്യുന്നത്? നമ്മളിപ്പോ ഒന്ന് ഇമാജിൻ ചെയ്യാം. ഒരു ടേബിളിൽ ഞാൻ ഒരു ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നോർമൽ ആയിട്ട് നിൽക്കാണ്, വേവ്സ് ഒന്നുമില്ല. ഇനി ഞാൻ അതിലേക്ക് ഒരു കല്ലിടാന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് ഒരു എനർജി അപ്ലൈ ചെയ്തു. അപ്പൊ അവിടെ എന്ത് വന്നു? വേവ്സ് വന്നു. ഇനി ഇത് ഫിസിക്സിന്റെ ടേംസിൽ ഒന്ന് ആലോചിച്ചു നോക്കാം. ഒരു പ്ലെയിൻ വാട്ടർ സർഫസ്, അത് ഫിസിക്സിന്റെ ടേംസിലേക്ക് ആക്കുമ്പോൾ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റം. ആ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ഞാനൊരു എന്താ ചെയ്തത്? ഒരു കല്ലിട്ടു, ഒരു എക്സ്റ്റേണൽ എനർജി അപ്ലൈ ചെയ്തു. ആ എക്സ്റ്റേണൽ എനർജി അപ്ലൈ ചെയ്തപ്പോൾ അവിടെ എന്തുണ്ടായി? ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി. ഇനി ആ ഉണ്ടായ ഡിസ്റ്റർബൻസ് അവിടെ തന്നെ നിൽക്കുകയാണോ ചെയ്തത്? അല്ല, ട്രാൻസ്ഫർ ചെയ്ത് പോയി. ഇതാണ് വേവ് മോഷൻ. ആ ഉണ്ടായ ഡിസ്റ്റർബൻസ് ഒരെൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോയി. ഇങ്ങനെ ഓരോ ടോപ്പിക്സും, ഫിസിക്സിലെ ഓരോ ടോപ്പിക്സും നമ്മളെ ഡെയിലി ലൈഫുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. അതുപോലെ ഒപ്റ്റിക്സിലെ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ നമ്മൾ ഡെയിലി കാണുന്ന എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്നതാണ് റിഫ്ലക്ഷനും റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എല്ലാം. അതെല്ലാം നമുക്ക് നമ്മൾ കാണുന്ന ഡെയിലി ലൈഫിൽ കാണുന്ന സിറ്റുവേഷൻസുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ നിൽക്കും. പിന്നെ അതൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് ചിട്ടപ്പെടുത്തിയെടുത്താൽ നമുക്ക് കേട്ടറ്റില് മാക്സിമം സ്കോർ കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.